നമസ്കാരം, എല്ലാവർക്കും റേഷ് ഹിന്ദി വിദ്യാലയത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് 6ാം ക്ലാസ്സിലെ ഇക്കായി 1ലെ കുറച്ച് കാര്യമാണ്. ഇനി നമുക്ക് ഈ ക്ലാസ്സിൽ അതിൻ്റെ ബാക്കി ഭാഗം പഠിക്കാം. उस चित्र को हम ध्यान से देखें तो वहाँ एक पेड़ दिखाई देगा. उसमें पत्ते नहीं है. पत्ते हैं उसमें? नहीं. और वहाँ की जानवर ऊपर देखते हैं, बादल की ओर देखते हैं. ऐसे क्यों देखते हैं वो जानवर പക്ഷിയാ? इसका कारण क्या हो सकता है? നമ്മൾ ചിത്രത്തിലേക്ക് വീണ്ടും നോക്കുമ്പോൾ അവിടെ ഒരു മരം കാണാൻ സാധിക്കും. ആ മരത്തുമ്മ ഇലയുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ അവിടെയുള്ള മൃഗങ്ങളും പക്ഷികളും മുകളിലേക്കാണ് നോക്കി നിൽക്കുന്നത്. അവരുടെ മുഖത്ത് സന്തോഷമൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ് അവർ മുകളിലേക്ക് ആ ബാദലിനെ നോക്കുന്നത്, അതായത് മേഘത്തിനെ നോക്കി നിൽക്കുന്നത്? എന്തായിരിക്കും കാരണം? കാരണം പാനി നെഹി, വെള്ളമില്ല അവിടെ, അതാണ് അതിൻ്റെ കാരണം. അതുകൊണ്ടാണ് എല്ലാവരും, അവിടുത്തെ മൃഗങ്ങളും പക്ഷികളും എല്ലാവരും മുകളിലേക്ക് ബാദലിനെ നോക്കി നിൽക്കുന്നത്. ഇനി ആ ചിത്രത്തിൻ്റെ മുകളിൽ സൈഡിലായിട്ട് ഒരു വാചകം കാണാൻ സാധിക്കും, പാനി നെഹിം ബറസ്താഹെ ജീവൻ. അതിൻ്റെ അർത്ഥം ഇതാണ്, പാനി നെഹിം വെള്ളമല്ല പെയ്യുന്നത്, ജീവനാണ്. വെള്ളത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് ജീവനാണ്, അല്ലാതെ അത് വെറും വെള്ളമല്ല. അതാണ് അതിൻ്റെ मीनिंग. चित्र के नीचे हम एक प्रश्न देखते हैं. उसमें लिखा है जीवन बरसता है, ऐसे क्यों कहते हैं? എന്തുകൊണ്ടാണ് ജീവൻ പെയ്യുന്നു എന്ന് പറയുന്നത്? ഇതാണ് അതിൻ്റെ കാരണം. ഇനി നമുക്ക് അതിൻ്റെ ഉത്തരം നോക്കാം. एक स्लाइड देखिए. इसमें जानवर मरा पड़ा है और वहाँ के पेड़ पर पत्ते नहीं है. इसका कारण क्या है? वहाँ पानी नहीं है. ഈ കാണുന്ന ചിത്രത്തിൽ മരത്തിന് ഇലയില്ല, ഇല്ലല്ലോ. അതുപോലെ തന്നെ മൃഗങ്ങൾ ചത്ത് കിടക്കാണ്. നമ്മളോടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ജീവൻ ബർസ്താഹെ ഏസേ ക്യോം കഹ്തേ ഹെ എന്ന ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചതെന്ന് വെച്ചാൽ, പാനി ഇല്ലെങ്കിൽ അവിടെ ജീവനില്ല. അവിടെ വെള്ളമില്ലാത്തത് കൊണ്ടാണല്ലോ മരവും അതുപോലെ തന്നെ മൃഗങ്ങളൊക്കെ ചത്തുപോയത്. അപ്പോൾ വെള്ളമില്ലെങ്കിൽ ജീവനില്ല. പാനി നെഹിം ജീവൻ നെഹിം, അതാണ് അതിൻ്റെ ഉത്തരം. പാനി നെഹിം ജീവൻ നെഹിം. അഗലാ ചിത്ര. ഇനി നമുക്ക് അടുത്ത ചിത്രം നോക്കാം. യഹാം കോൻ കോൻ ഹെ. ഇവിടെ ആരെല്ലാമാണുള്ളത് ഒന്ന് നോക്കിയേ. ലഡ്കാ ഹെ, ലഡ്കി ഹെ, മേണ്ടക് और बंदर, बदंग, पानी में मछली और हिरन. और एक पौधा, उसमें एक फूल है ना, और ऊपर से बादल से पानी भी निकलता है. ये सब हम इस चित्र में हमें दिखाई देता है ना. ഈ ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നത്? ലഡ്ക ആൺകുട്ടി, ലഡ്കി പെൺകുട്ടി, പിന്നെ മേണ്ടക് തവള, പിന്നെ വെള്ളത്തിൽ മച്ചലി, പാനിമേ മച്ചലി എന്ന് വെച്ചാൽ വെള്ളത്തിൽ മീൻ, ബന്ദർ, ബന്ദർ എന്ന് വെച്ചാൽ കുരങ്ങൻ, പതങ്ക് താറാവ്, പിന്നെ ദൂരെ ഹിരൺ, ഹിരൺ എന്ന് വെച്ചാൽ മാൻ, പിന്നെ പൗധ, പൗധ എന്ന് വെച്ചാൽ ചെടി, ചെടിമേ ഏക്ക് ഫൂൽ, പൗധമേ ഏക്ക് ഫൂൽ, അതായത് ചെടിയിൽ ഒരു പൂവ്. ഓർ ഊപ്പർ, പിന്നെ മുകളിൽ ബാദൽ, ബാദൽ എന്ന് വെച്ചാൽ മേഘം. ഓർ ബാദൽ സേ ബർസ്താ ഹെ പാനി, മേഘത്തിൽ നിന്ന് മഴ പെയ്യുന്നു. ഇത്രയുമാണ് നമ്മൾ ആ ചിത്രത്തിൽ കാണുന്നത്. നമ്മൾ 2 ചിത്രങ്ങളും കണ്ടുല്ലോ. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത്? പാനി കെ ബിന ജീവൻ സംഭവ് നെഹി, പാനി സേ ജീവൻ സംഭവ് ഹെ. വെള്ളമില്ലെങ്കിൽ ജീവനില്ല, വെള്ളമുണ്ടെങ്കിൽ ജീവനുണ്ട്. ഇതെല്ലാം നമുക്ക് ഈ 2 ചിത്രത്തിൽ നിന്നും മനസ്സിലായത്. പാനി ജീവൻ കാ ആധാർ ഹെ, പാനി കെ ബിന ജീവൻ സംഭവ് നെഹി. ഇതിൻ്റെ അർത്ഥം ഇതാണ്, വെള്ളം ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്. വെള്ളമില്ലെങ്കിൽ അവിടെ ജീവനുമില്ല. ബാരിഷ് സേ കോൻ കോൻ ഖുഷ് ഹോത്തേ ഹെ. മഴ പെയ്യുമ്പോൾ ഇവിടെ ആരെല്ലാമാണ് സന്തോഷത്തോടെ ഉള്ളത്? ഇനി നമുക്കതിൻ്റെ ഉത്തരം നോക്കാം. ബാരിഷ് സേ
लड़का लड़की मेंढक बंदर पतंग मछली और हिरण ये सब खुश होते हैं बारिश होने से ये सब खुश होते हैं അടുത്ത ക്ലാസ്സിൽ ഇനി നമുക്ക് ഈ പാഠത്തിൻ്റെ ബാക്കി ഭാഗം പഠിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.